കാത്തിരുന്ന രാവണപ്രഭു സിനിമയുടെ ബുക്കിംഗ് ഇത് ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോക സിനിമ കേരളയിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ സകലമായ റെക്കോർഡുകൾ വാരി തൂക്കിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഏവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. നമുക്ക് ഇന്ന് അത്യാവശ്യം കുറച്ച് മൂവി ന്യൂസുകൾ പറയാനുണ്ട്. എങ്കിലും നമ്മൾ കൂടുതൽ സമയം കാണുന്നില്ല, നേരെ നമ്മുടെ നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം. അത് കഴിഞ്ഞുള്ള ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ പറയാം. അതായത് നമ്മൾ എന്നും പറഞ്ഞു തുടങ്ങുന്ന പോലെ കാന്താര സിനിമയുടെ കളക്ഷൻ പറഞ്ഞു തുടങ്ങാം. കാന്താര സിനിമ ഇറങ്ങിയിട്ട് ഇന്ന് 5 ദിവസമായിട്ടുണ്ട്. 5 ദിവസം കളക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ 5 ദിവസം കൊണ്ട് 5 ദിവസം അല്ല 4.5 ദിവസത്തെ റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ. 4.5 ദിവസം കൊണ്ട് സിനിമ ഇന്ത്യയിൽ നിന്ന് നെറ്റ് കളക്ഷൻ ആയിട്ട് ഇതുവരെ 232 കോടി രൂപ നേടിയിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് 150 കോടിക്ക് അടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഞാൻ എല്ലാ വീഡിയോ എടുത്തെടുത്ത് പറയുന്നതാണ്. സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കിട്ടിയിരുന്ന കളക്ഷൻ ഞാൻ പറയാം. ഇന്ത്യ നെറ്റ് കളക്ഷൻ ആണ്. ഫസ്റ്റ് ഡേ 61,86,00,000 രൂപ, രണ്ടാം ദിവസം 46 കോടി, മൂന്നാം ദിവസം 55,25,00,000 രൂപ, നാലാം ദിവസം 61,05,00,000 രൂപ, പിന്നെ ഇന്ന് 5-ാമത്തെ ദിവസമാണ്. ഇതുവരെ സിനിമയ്ക്ക് 10 കോടിയാണ് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. 10 കോടി എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ബുക്കിംഗ് ആണ്. ഇനി അഡ്വാൻസ് ചെയ്ത് ബുക്കിങ്ങും അങ്ങനെ പല സാധനങ്ങൾ ആഡ് ചെയ്ത് വരും. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നിസ്സാരമായിട്ട് 40 കോടിക്ക് മേളിലൊക്കെ കിടക്കും കളക്ഷൻ. അതാണ് അതിൻ്റെ കളക്ഷൻ. ഇപ്പം നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ, ഡേ 4 കളക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ സിനിമ കർണാടകയിൽ നിന്ന് 15,05,00,000 രൂപ, തെലങ്കാനയിൽ നിന്ന് 11,25,00,000 രൂപ, ഹിന്ദിയിൽ നിന്ന് 23,50,00,000 രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 6,50,00,000 രൂപ, മലയാളത്തിൽ നിന്ന് 4.25 കോടി. ഈ ഒരു കണക്ക് ആഡ് ചെയ്തിട്ടാണ് സിനിമയ്ക്ക് ഇന്നലെ മൊത്തം ഇന്ത്യ നെറ്റായിട്ട് 61,50,00,000 രൂപ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഏകമെമ്പാടും സിനിമയ്ക്ക് 232 കോടി രൂപ 4.5 ദിവസം കൊണ്ട് ഇന്ത്യ നെറ്റ് കളക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓബിയസ്ലി സിനിമ ഒരു വലിയ സക്സസിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റെസ്പോൺസുകൾ കിട്ടുന്നത്. 1000 കോടിയാവുന്നുള്ളത് നിങ്ങൾ പറയാം. സിനിമയ്ക്ക് ഇപ്പോഴും കർണാടകയിൽ നിന്ന് 50% മേളിൽ ഓക്യുപ്പൻസി ഉണ്ട്, വിച്ച് നൈസ്. നമുക്ക് രാവണപ്രഭുവിന്റെ കാര്യം ലാസ്റ്റ് പറയാം. അടുത്ത നമ്മൾ ലോക്കേന്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ലോക ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാം അറിഞ്ഞു കാണും. പണ്ടേ ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കിയതാണ്. സിനിമ 300 കോടിക്ക് മേളിൽ എഴുതി വെച്ച 300 കോടിക്ക് മേളിൽ സിനിമ മോളിവുഡിൽ നിന്ന് ഇറങ്ങിയ ഒരു സിനിമ നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമേൻ്റെ പുതിയ റെക്കോർഡുകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സിനിമയുടെ 40 ദിവസമായിട്ട് 40 ദിവസം കൊണ്ടാണ് ഈ 300 കോടി ക്ലെയിം ചെയ്തത്. 40 ദിവസം ആയിട്ടുള്ളൂ. ഇപ്പോഴും നല്ലൊരു കളക്ഷൻ സിനിമയ്ക്ക് വീണോട്ടിരിപ്പുണ്ട്. സിനിമ കേരളയിൽ നമ്മുടെ തുടരും സിനിമയുടെ കളക്ഷൻ സർപ്പാസ് ചെയ്തിട്ടുണ്ട്. തുടരുമിൽ കേരള കളക്ഷൻ എന്ന് പറഞ്ഞാൽ 118 കോടിയായിരുന്നു. ബട്ട് നമ്മുടെ ലോക 118 കിടന്ന് പോയിട്ടുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ഗ്രോസ് നോക്കുവാണെങ്കിൽ അതും മഞ്ഞുമേലിൻ്റെ മേളിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2 പുതിയ റെക്കോർഡാണ് ലോക്കേൻ്റെ മേളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പണ്ട് ഈ ലോക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 3 ഏരിയകളിലും 3 സിനിമകൾക്കായിരുന്നു അവാർഡ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ 2018, ഒരു ഏരിയ മഞ്ഞുമല, അങ്ങനെ പല ചെതറിയായിരുന്നു. ബട്ട് ഇപ്പം 3 ഏരിയകളിലും ഒറ്റ പേരെ മുഴങ്ങുന്നുള്ളൂ. അതാണ് ലോക. എല്ലായിടത്തും അടച്ച റെക്കോർഡുകൾ തൂക്കിയെടുത്തേക്കാണ് ലോക സിനിമ. ഇപ്പോഴാണ് വെച്ചാൽ ഈ 2018 കഴിഞ്ഞിട്ട് 2018 സിനിമയുള്ളൂ 2018. ആ സിനിമ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു പ്രോപ്പർ ഇൻഡസ്ട്രി ഹിറ്റ് ഇറങ്ങുന്നത് അത് നമ്മുടെ സ്വന്തം ലോക്കയാണ്. അതാണ് ലോക്കേൻ്റെ കാര്യം. സിനിമ ഒരു വൻ വിജയത്തിലോട്ടാണ്. ഇനിയും കളക്ഷൻ വീണാൻ കിടപ്പുണ്ട്. 300 കോടിയൊക്കെ കിടന്നു. ഇനി നോക്കാം, നമ്മുടെ രാവണപ്രഭു സിനിമയെ പറഞ്ഞേക്കാം. രാവണപ്രഭു 2001 ഇറങ്ങിയ ദേവാസുരൻ സിനിമയുടെ 2ാം ഭാഗമായ രഞ്ജിത്ത്, റിട്ടൺ ആൻഡ് ഡയറക്ട് ബൈ രഞ്ജിത്ത്. പുള്ളിക്കാരൻ ആദ്യത്തെ സിനിമയായിരുന്നു. അതാണ് രാവണപ്രഭു. അന്നും ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോൾ റീ റിലീസ് ഒരുങ്ങിയിരിക്കുകയാണ്. സിനിമ വരുന്ന ഒക്ടോബർ 10-ാം തീയതിയാണ് തിയേറ്ററുകളിലോട്ട് എത്തുന്നത്. പക്ഷേ സിനിമയ്ക്ക് ഒക്ടോബർ 10 വെള്ളിയാഴ്ചയാണ്. പക്ഷേ സിനിമയ്ക്ക് ഒക്ടോബർ 9-ാം തീയതി ഈ പ്രീമിയർ ഷോകൾ നടത്തുന്നുണ്ട്. ഒക്ടോബർ 9 വ്യാഴാഴ്ച ചില തിയേറ്ററുകളിലൊക്കെ, ഇപ്പോൾ എറണാകുളം കവിതയിൽ അങ്ങനെ ചില തിയേറ്ററുകളിൽ സിനിമയ്ക്ക് പ്രീമിയർ ഷോകൾ ഇടുന്നുണ്ട്, ഫാൻ ഷോകൾ. എനിക്ക് സിനിമയുടെ ബുക്കിംഗ് എന്നാൽ തുടങ്ങുന്നതിനെ പറ്റി ഒരുപാട് പേരെ സംശയമുണ്ട്. അതിനെപ്പറ്റി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. എന്നിരുന്നാൽ പോലും സിനിമയ്ക്ക് നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞായിട്ട് വെച്ചാൽ ഒക്ടോബർ 7 അല്ലെങ്കിൽ ഒക്ടോബർ 8 ആയിട്ട് സിനിമ ബുക്കിംഗ് എന്തായാലും തുടങ്ങിയിരിക്കും. അതുകൊണ്ട് കാണാൻ വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഫാൻ ഷോയ്ക്ക് പോകേണ്ടവർ വേഗം നമ്പർ എടുത്ത് വിളിച്ചോളൂ, കാരണം അതൊക്കെ ഫുൾ അവറായി കാണും. അത്രയ്ക്കുള്ള നമ്മുടെ രാവണപ്രഭു. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.